ഈ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്പെയിനിൽ സന്ദർശനം നടത്തിയവരുടെ കൂട്ടത്തില് കനിമൊഴി ഉണ്ടായിരുന്നു. തമിഴ്നാട്. അപ്പം കനിമൊഴി ആ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് പല ചോദ്യങ്ങളും ഉയർന്നിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ വിവാദമായിരിക്കും. വിവാദം മാത്രമല്ല, വിവാദം എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് കയറി അങ്ങ് മൊത്തത്തിൽ അങ്ങ് ജനശ്രദ്ധ ആകർഷിച്ചു. അത് രാജ്യത്ത് മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും അവർ പറഞ്ഞ ആ ചടുലമായ മറുപടി അതിങ്ങനെയായിരുന്നു: നിങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഷ എന്ത് എന്നൊരു ചോദ്യമായിരുന്നു ചോദിച്ചത്. അതിനകത്ത് കനിമൊഴി പറഞ്ഞ ആൻസർ ഏകത്വവും ജ്ഞാനത്വവും, ജ്ഞാനത്വത്തിൽ ഏകത്വവും ജ്ഞാനത്വവുമാണ് ഞങ്ങളുടെ ഇന്ത്യയുടെ ഭാഷ എന്നുള്ളതാണ് കനിമൊഴി പറഞ്ഞ മറുപടി. കാരണം കനിമൊഴി അത് പറഞ്ഞത് ഇന്ത്യയിൽ വലിയ ശ്രദ്ധ ആകർഷിക്കാനും കാരണമുണ്ട്. സാറിന് അറിയാലോ, രാജ്യങ്ങളിൽ അത് വലിയ ജനശ്രദ്ധ നേടി. ഈ കനിമൊഴി നല്ല വാക്ചാതുര്യമുള്ള ഒരു സ്ത്രീയാണ്, ഒരു കവിയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ആ ഒരു സംസാരത്തിലും അത് പ്രകടമായിരിക്കുന്നത്. കവി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അവരെ അംഗീകരിക്കുന്നുണ്ട്. ഈ വിദേശത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം മാറി. രാജ്യത്തിനകത്ത് വിഭിന്ന സ്വരമായിരിക്കാം. തരൂർ നേരത്തെ കാണിച്ചു തന്നല്ലോ. പുറം ലോകത്ത് ചെല്ലുമ്പോൾ ഇന്ത്യയാണ് നമുക്ക് വലുത്. ഏത് രാജ്യത്ത് നിന്നാണോ വരുന്നത് ആ രാജ്യത്ത് ഒരുപക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് രാജ്യത്തിനോടൊപ്പം നിൽക്കാം. പക്ഷെ ഇതൊരു അസാധ്യ ചോദ്യമായിപ്പോയി, ഒരു വല്ലാത്ത ചോദ്യമായിരുന്നു, പ്രത്യേകിച്ച് തമിഴ്നാട്ടിന്. തമിഴ്നാട്ടുകാരുടെ അവരുടെ ഒരു ഭാഷാപ്രേമം എന്ന് പറയുന്നത് വളരെ വലുതാണ്. തമിഴ്നാട്ടിൽ പോയാൽ നമുക്കൊരു ബോർഡ് തമിഴ് അറിയത്തില്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെയോ ബസ്സിൻ്റെയോ ബോർഡ് നമുക്ക് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. എല്ലാം തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. സ്വന്തം ഭാഷയോട് ഇത്രയധികം അത് വലിയ ഭ്രാന്തായി മാറി എന്നുള്ളതാണ് തമിഴ്. സ്റ്റാലിൻ ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്രവുമായിട്ട് അടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ത്രിഭാഷ ഇതിനൊക്കെ വേണ്ടിയിട്ട് അത് പാടില്ല, തമിഴ് ഭാഷ ഞങ്ങളുടെ ഭാഷയാണ്, ഞങ്ങൾക്ക് പ്രധാനം, ഹിന്ദി ഞങ്ങൾ ഇവിടെ കുട്ടികളെ പഠിപ്പിക്കൂല, ഹിന്ദി ഭാഷ കൈകാര്യം ചെയ്യൂല. അങ്ങനെ മോദി ഇടയ്ക്ക് പറഞ്ഞ ഒരു മറുപടിയും കൂടെ ഉണ്ട്: അങ്ങനെയാണെങ്കിൽ ഒപ്പിടുന്ന തമിഴ് ഭാഷയിൽ വേണം, ഇംഗ്ലീഷും വേണ്ട. ഈ മലയാളികൾക്കാണെങ്കിൽ മറിച്ച് മലയാളത്തിനോട് വലിയ സ്നേഹമില്ല. മലയാളികൾ ആദ്യം എന്തെങ്കിലും ഒരു കഷ്ണം റൊട്ടി വേണമെന്നുണ്ടെങ്കിൽ പണമില്ലെങ്കിൽ ആദ്യം പണയം വയ്ക്കുന്ന സ്വന്തം ഭാഷയെ വയ്ക്കും. അതാ മലയാളികൾ എന്ന് ഞാനല്ല പറഞ്ഞത്. ഒരു ബംഗാളിലെ ഒരു എഴുത്തുകാരൻ നമ്മുടെ കവി ONV കുറുപ്പിനോട് ഒരിക്കൽ പറഞ്ഞ കാര്യമാണ്: നിങ്ങൾ മലയാളികൾ ആദ്യം സ്വന്തം ഭാഷയെ പണയം വയ്ക്കുന്നവരാണ്. തമിഴ്നാട്ടുകാരാണെന്നുണ്ടെങ്കിൽ മറിച്ചാണ്. അവരുടെ കവികളുടെ കവിത ഒരു വരിയെങ്കിലും അറിയാത്തവർ ഇല്ല എന്നുള്ളതാണ്. സുബ്രഹ്മണ്യ ഭാരതി ദേശീയോദ്ഗ്രഥനത്തിന് വേണ്ടി പാടിയ കവിയാണ്, തമിഴ്നാടിൻ്റെ കവി. സ്കൂളിൻ്റെ വരാന്തയിൽ പോയിട്ടില്ലാത്ത ഒരാളും സുബ്രഹ്മണ്യ ഭാരതിയുടെ കവിതയിലെ 2 വരി ചൊല്ലും. പിന്നെ ഭാഷാപരമായിട്ടുള്ള അവരുടെ ഭ്രാന്ത് ഇപ്പോൾ അല്പം അതിര് കടന്നു എന്നുള്ളതാണ്. ഹിന്ദി പഠിക്കില്ല, ഹിന്ദി രാഷ്ട്രഭാഷയാണ്. ഞാൻ ചോദിച്ചോട്ടെ, എത്ര ഭാഷ പഠിച്ചാൽ എന്താ, നമുക്കെന്താ നഷ്ടം? നല്ലതല്ലേ, കുട്ടികളത് പഠിക്കട്ടെ. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിന് 18 ഭാഷകൾ അറിയാമെന്ന് പറയുന്നുണ്ട്. നമുക്ക് നല്ലതല്ലേ? എത്ര ഭാഷകൾ ലോകത്തുണ്ടോ ഇതെല്ലാം പഠിച്ചെടുക്കുക. തമിഴ് മാത്രം പഠിക്കാവൂ, തമിഴിലെ എല്ലാം ആകാവൂ എന്നൊന്നുമില്ല. നമ്മൾ കണ്ട മലയാളം വളരെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭരണഭാഷ മലയാളമാക്കണമെന്നും പറഞ്ഞൊക്കെയുള്ള ഓരോ നീക്കം, അതിനുള്ള സമരമൊക്കെ നടന്നതാണ്. രാഷ്ട്രപതിയുടെ അടുക്കൽ വരെ ആ ബില്ലെത്തി. ബില്ല് രാഷ്ട്രപതി തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലാണ്. വലിയ സ്നേഹം കാണിക്കത്തില്ല, തമിഴർക്കത് കൂടുതലുമാണ്. കാരണം ഇപ്പൊ സ്റ്റാലിൻ പറഞ്ഞൊരു കാര്യമുണ്ട്: ജനിക്കുന്ന കുട്ടികൾക്ക് പോലും തമിഴ് ഇതുള്ള പേരുകൾ മതി. അങ്ങനെയാണെങ്കിൽ സ്റ്റാലിൻ്റെ പേര് ആദ്യം മാറ്റണമെന്ന് കാര്യം അല്ല, തമിഴ് പേരുകൾ മതി എന്നുള്ള രീതിയിൽ. അപ്പം അത്രയേറെ തമിഴ് ഭാഷയെ കൂടുതൽ പ്രകീർത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഭാഷ തന്നെ തമിഴകത്ത് പഠിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് കേന്ദ്രവുമായിട്ട് മത്സരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് കനിമൊഴിയുടെ അടുത്ത് ഈ ഒരു തലക്കടിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചത്. പക്ഷെ അവർ അസാധ്യമായ അവരുടെ ഒരു മറുപടിയാണ്, അവരുടെ ആ ഒരു ചടുലമായ മറുപടിയാണ് രാജ്യങ്ങളിൽ അത് ശ്രദ്ധ നേടിയത്. പക്ഷേ അതേസമയം നമ്മുടെ മറ്റുള്ള രാജ്യങ്ങൾ, പക്ഷേ ഈ ഇന്ത്യക്കകത്ത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ ഇത് വേറൊരു തരത്തിലും ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുക. കാരണം അവർ ഇത്തരത്തിൽ
നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളൊരു ഇത് പറയുമ്പോൾ എല്ലാ ഭാഷകളും എല്ലാ മതവിഭാഗങ്ങളും എല്ലാവരും ഉൾപ്പെടുന്നതാണ് ഇന്ത്യ എന്നുള്ള ആ ഒരു ചെറിയ 2 വേർഡിനകത്ത് നിർത്തുമ്പോൾ അത് തമിഴകത്ത് പ്രത്യേകിച്ച് സ്റ്റാലിനൊക്കെ വല്ലാത്തൊരു അടിയാണ് കൊടുത്തത്. ഈ തമിഴ്നാട്ടിലെ വേറെ രീതി അറിയാമോ? അവർ തമിഴിലെ ജനിക്കുന്ന കുട്ടിയും തമിഴ് പഠിക്കണം എന്ന് പറയുമ്പോൾ അവരവരുടെ പേരിൻ്റെ ഇനിഷ്യലൊക്കെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എൻ്റെ പേര് വിജയനാഥ്, KS വിജയനാഥ്. അവിടെയാണെങ്കിൽ വേറൊരു തരത്തിലാണ്. ക ന സുബ്രഹ്മണ്യം, ക ന. മാ ദക്ഷിണാമൂർത്തി. കാന സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലൊരു കവിയാണ്. മാ ദക്ഷിണാമൂർത്തി, M ദക്ഷിണാമൂർത്തി എന്നുള്ളതിനാണ്. മാ ദക്ഷിണാമൂർത്തി. ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത്. നല്ലതാണ്, ആയിക്കൊള്ളട്ടെ. തമിഴ് തന്നെ ഉപയോഗിക്കുന്നു. പക്ഷേ ഒരുതരം ഈ ദുശാഠ്യം ഒരിക്കലും നല്ലതല്ല. തമിഴ് ഇംഗ്ലീഷ് ബോർഡ് വയ്ക്കാതിരിക്കുക, അതൊന്നും പാടില്ല. കുട്ടികൾ തമിഴല്ലാതെ വേറൊന്നും പഠിക്കരുത് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇവരിപ്പോൾ സ്പെയിനിൽ പോയി സംസാരിച്ചത് കനിമൊഴി, അത് വിദേശത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇവരുടെ ഭാഷാഭ്രാന്തിനെ കുറിച്ചൊക്കെ വിദേശങ്ങളിലും അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഇവർ പറയുമ്പോൾ പറഞ്ഞല്ലോ, ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഞങ്ങളുടെ രാജ്യത്തിന് പൊതുവായ ഉണ്ടായ പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു, അത് തെളിഞ്ഞിരിക്കുകയാണ്. അതിന് സമ്മതിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ. അവിടങ്ങളിലൊക്കെ എത്രയോ ഗ്രാഫ് ഉയർന്നിരിക്കുകയാണ്. കനിമൊഴിയുടെയും തരൂരിൻ്റെയും ഹൈദരാബാദിൽ നിന്ന് പോയ ഒരു MP ആയ ഒവൈസിയുടെയും കേരളത്തിൽ നിന്ന് പോയ E.T. മുഹമ്മദ് ബഷീർ റിയാദിലാണ് സംസാരിച്ചത്. അപ്പോൾ നോക്കണേ, രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ഇക്കാര്യത്തിൽ കുത്തനെ താഴേക്ക് പതിച്ചു എന്നുള്ളതാണ്. തരൂരിനെ വിമർശിച്ച് നടക്കുകയാണ് ഇവരൊക്കെ ഇപ്പോഴും. കനിമൊഴിയെ വിമർശിക്കുന്നില്ല. കനിമൊഴിയെ വിമർശിക്കാൻ പറ്റില്ല അവർക്ക്. കാരണം അത് ഇന്ത്യ മുന്നണിയിലെ ഒരു സഖ്യം മാത്രമെന്നേ ഉള്ളൂ, അത് തൊടത്തില്ല. തരൂരിനെ ആദ്യം തൊട്ട് അവർ പറയും, ആദ്യം പോയി തരൂരിനെ നേരെയാക്കാൻ പറയും അല്ലേ. പക്ഷെ ഇവിടെ സ്വന്തം രാജ്യത്തിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഒന്നായി തീർന്നു. വിദേശത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഇവിടെ പ്രതിപക്ഷമോ ഭരണപക്ഷമോ എന്നുള്ളതൊക്കെയാണ്. തരൂർ തന്നെ എന്താ പറഞ്ഞത്? ഞാൻ ഇന്ത്യയിൽ നിന്ന് വരികയാണ്, ഞാൻ അവിടെ പ്രതിപക്ഷ നിരയിലാണ്, ഞാൻ പാർലമെൻറ്റിൽ. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇന്ത്യ മഹാരാജ്യം പാക് ഭീകരരെ തുരത്തിയതിനും അവരുടെ ഭീകര കേന്ദ്രങ്ങൾ തകർച്ച ചെയ്തതിനും കാര്യങ്ങൾ തെളിവുകൾ സഹിതം വിശദീകരിക്കാനാണ് നിൽക്കുന്നത്. ഇവിടെ ഞാൻ വരുന്നത് രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ്, അല്ലാതെ പ്രതിപക്ഷ പ്രതിനിധി ഒന്നുമല്ല, രാജ്യത്തിൻ്റെ പ്രതിനിധി ആണ് എന്നാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തരൂരിനെ അവിടെയാണ് തരൂരിൻ്റെ ഗ്രാഫ് വളരെ ഉയർന്നു എന്നുള്ളതാണ്. തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളൊക്കെ നന്നായിട്ടറിയാം. കനിമൊഴി കവിയാണ്. ഒരു കവിക്ക് മാത്രമേ ഇങ്ങനെ ദേശസ്നേഹം ആകൂ എന്നൊന്നുമില്ലല്ലോ, ഏവർക്കും ഉണ്ടാകും. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിക്ക് പോലുള്ള ഒരാൾക്കും കോൺഗ്രസിനകത്ത് രാഹുലിനെയൊക്കെ അന്ധമായി വിശ്വസിച്ച് നടക്കുന്ന കുറേ പേർക്കുമാണ് ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് വരുന്നത്. ഈ സംഘാംഗങ്ങളെ ഒക്കെ നയിച്ചത് ഒരു 7 സംഘാംഗങ്ങൾ ടീമായിട്ടാണല്ലോ തിരിഞ്ഞു പോയത്. അതിലൊരു ടീമിൻ്റെ തലവനായിരുന്നു തരൂര്. അപ്പോൾ ഈ കനിമൊഴി സംസാരിച്ചത് എവിടെ വെച്ചായിരുന്നു? സ്പെയിനിൽ വെച്ചുമായിരുന്നു. അപ്പോൾ പത്രക്കാരും മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരവെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. തമിഴ് പഠിക്കണം എന്നുള്ളത് അത് ഞങ്ങളുടെ മറ്റാവശ്യം. ഇവിടെ അതല്ല പ്രശ്നം. യഥാർത്ഥത്തിൽ ചോദ്യം ചോദിച്ചവരോട് തന്നെ നല്ല മറുപടി കൊടുത്ത് ഇരുത്താനായിട്ട് കനിമൊഴിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഇന്ത്യയുടെ ഒരു മഹത്വമാണ് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ഭാഷ ഇവിടെ പലതുമുണ്ട്. മലയാളമുണ്ട്, ഹിന്ദിയുണ്ട്, തെലുങ്കുണ്ട്, കന്നഡയുണ്ട്, തമിഴുണ്ട്, ഉറുദു ഉണ്ട്. അതിങ്ങനെ പോകും. ഇതെല്ലാം ഉണ്ടെങ്കിലും വിവിധ ഭാഷ, വിവിധ മതസ്ഥരുമുണ്ട്. അതെല്ലാവരും ഉള്ള ഞങ്ങൾ ഒന്നിച്ച് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ആ നമ്മുടെ ഒരു മുദ്രാവാക്യം തന്നെ കനിമൊഴി ഉയർത്തിയപ്പോൾ കനിമൊഴി വളരെ ഉയരങ്ങളിലേക്ക് മാറി എന്നുള്ളതാണ്.